നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ ഏലത്തൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ നാട്ടിൽ തിരികെ എത്തിച്ചു. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലമാണ് നാട്ടിൽ നിന്ന് വിട്ടുനിന്നതെന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ പ്രയാസമുണ്ടെന്നും വിഷ്ണു പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 17-നാണ് പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് തിരിച്ച വിഷ്ണുവിനെ കാണാതായത്. വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വീട്ടിലെത്തേണ്ടിയിരുന്ന സമയം കഴിഞ്ഞിട്ടും എത്താതിരിക്കുകയും ചെയ്തതോടെ കുടുംബം എലത്തൂർ പോലീസിൽ പരാതി നൽകി. 11 ദിവസം നീണ്ട ഊർജിത അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിഷ്ണുവിനെ കണ്ടെത്താനായത്. സാമ്പത്തിക പ്രയാസം മൂലം വിട്ടുനിന്നതാണെന്ന് വിഷ്ണു പറയുന്നു. ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ല, ഞാൻ അല്ലാതെ എങ്ങനെ ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അപ്പത്തെ ഒരു ഇതിന് പറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ. കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. പ്രാർത്ഥനയോടെയും ആശങ്കയോടെയും 2 ആഴ്ച തള്ളി നീക്കിയ വിഷ്ണുവിന്റെ കുടുംബത്തിനത് സന്തോഷത്തിന്റെ പുതുവർഷം. മകനെ തിരിച്ചു കിട്ടിയ ആശ്വാസമാണ് മാതാപിതാക്കൾക്ക്. എലത്തൂർ SI മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് വിഷ്ണുവിനെ തേടി പൂനെയിലേക്ക് പുറപ്പെട്ടത്. കാണാതായ ശേഷം വിഷ്ണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. പൂനെ, മുംബൈ, ഛത്രപതി ശിവജി ടെർമിനൽ എന്നിവിടങ്ങളിലായി 1500-ലധികം CCTV-കൾ പരിശോധിച്ചതിലൂടെയാണ് വിഷ്ണു ഉദ്യാൻ എന്ന ട്രെയിനിൽ കയറി ബാംഗ്ലൂരിലേക്ക് പോയതായി വിവരം കിട്ടിയത്. 31-ാം തീയതി ബംഗളൂരുവിലെ ATM-ൽ നിന്നും പണം പിൻവലിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. നമ്മൾ CCTV ക്യാമറകളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ബോംബെ പോലുള്ള ഛത്രപതി ശിവജി ടെർമിനലിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. അവിടെയാണ് നമ്മൾ 3 പേർ ദിവസവും രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ പരിശോധിച്ച് ഇദ്ദേഹത്തെ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്യാൻ ട്രെയിനിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിരന്തരമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഉണ്ടായത്. ഒരു ATM-ൽ വിഡ്രോ. അന്വേഷണത്തിന്റെ ഭാഗമായി പൂനെയിലെത്തിയപ്പോൾ സൈന്യം പൂർണ്ണമായി സഹകരിച്ചെന്ന് SI മുഹമ്മദ് സിയാദ് പറഞ്ഞു. വിഷ്ണുവിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്നും സൗമ്യ സ്വഭാവക്കാരനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിനെ പോലെ സൗമ്യ സ്വഭാവനും നല്ല ഹാർഡ് വർക്കുമായിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള ഒരാളാണ്. സൗമ്യ സ്വഭാവനാണ് അദ്ദേഹം. പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ ഒരു അപ്സെറ്റാണ് അവിടെ എല്ലാവരും. മുഹമ്മദ് സിയാദ്, അതുൽ കുമാർ, വൈശാഖി എന്നീ സംഘമാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണു ബോക്സിംഗ് താരം കൂടിയാണ്. ജനം, കോഴിക്കോട്.